നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് വിവാഹം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് ആ പെൺകുട്ടി ജനിച്ച ആശുപത്രിയിലെ ആ സർട്ടിഫിക്കറ്റ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SC/ST കമ്മീഷൻ കേസെടുത്തതിന് പിന്നാലെ കേരളത്തിലെ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അവിടെ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത രേഖകളെല്ലാം ഒറിജിനൽ ആണ് എന്നാണ്. ഇതിൽ ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഏതായാലും കേരളത്തിലെ പഞ്ചായത്ത് അധികൃതർ കേരളത്തിലെ മന്ത്രിമാരെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ മന്ത്രിയായ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയും MP ആയ A റഹീമും പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനും കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ, പോക്സോ കേസടക്കം വരുമെന്ന് ഉറപ്പായതോടെ ഏത് വിധേനയും ആ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. അതിനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ തേടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിവാഹം നടത്താൻ ആ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വിവാഹം നടത്താൻ കഴിയില്ല എന്നിരിക്കെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു വിവാഹം നടക്കണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ കൂടി വേണം. അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഈ ക്ഷേത്രത്തിൽ വിവാഹം നടന്നതുകൊണ്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ക്ഷേത്ര വിവാഹം തന്നെ സാധുവായിരിക്കണം. ഹിന്ദുമതാചാര പ്രകാരം ഒരു വിവാഹം നടക്കണമെങ്കിൽ തീർച്ചയായും രണ്ടുപേരും ഹിന്ദുക്കളായിരിക്കണം. ഇവിടെ ഫർമാൻ ഹിന്ദു ആയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടക്കുക? ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹം തന്നെ അസാധുവായ സ്ഥിതിക്ക് തീർച്ചയായും അത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 1 മാസം മുമ്പ് നോട്ടീസ് നൽകണം. ആ നോട്ടീസ് പതിപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ പെട്ടെന്ന് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്തത് എങ്ങനെയാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വ്യാജമല്ല, ഹാജരാക്കിയ രേഖകളെല്ലാം ശരിയാണ് എന്ന് ഇപ്പോൾ കേരളത്തിലെ പഞ്ചായത്ത് അധികൃതരും വാദിക്കുന്നത്. ഏതായാലും എല്ലാവരും ഈ കേസിൽ പ്രതിയാകുമെന്ന് ഉറപ്പാണ്. ആ ആശുപത്രിയിലെ ആ കുട്ടി ജനിച്ച പ്രൈമറി ഹെൽത്ത് സെന്റർ, അതും ഗവൺമെന്റ് സംവിധാനം തന്നെയാണ്. അവിടെ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SC/ST കമ്മീഷൻ കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നും ഒരു കമ്മീഷനുകളും ഇടപെടുന്നില്ല എന്നും കേരളത്തിലെ DGP അടക്കം കേസെടുക്കുന്നില്ല എന്നുമൊക്കെയുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച് വിവാഹം നടത്തിയ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ വിഷയത്തിൽ നേരിട്ടിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് കത്ത് നൽകിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വാദം. വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും പട്ടികവർഗ പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ വിവാഹം നടന്ന ആറുമാനൂർ നയിനാർ ശിവക്ഷേത്രത്തിനെതിരെയും വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ക്ഷേത്രത്തിൽ നടക്കുന്ന ഹൈന്ദവ വിവാഹങ്ങൾക്ക് നിയമസാധുത എന്നിരിക്കെ നയനാർ ക്ഷേത്രത്തിൽ നടക്കുന്ന മിശ്ര വിവാഹങ്ങൾക്ക് ആ മിശ്ര വിവാഹങ്ങളെല്ലാം ദുരൂഹമാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് അഭിപ്രായപ്പെട്ടു. ഈ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള പല കല്യാണങ്ങളും നടത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ മിശ്രവിവാഹം നടത്തിക്കൊടുക്കാൻ ഒരു തരത്തിലും നിയമവ്യവസ്ഥയിൽ വകുപ്പില്ലാത്തടത്ത് എങ്ങനെയാണ് അവിടെ മിശ്രവിവാഹം നടത്തിക്കൊടുക്കുക? ക്ഷേത്രത്തിൽ ക്ഷേത്രാചാര പ്രകാരം വിവാഹം നടന്നു, അത് സാധുവാകണമെങ്കിൽ രണ്ടുപേരും ഹിന്ദു ആയിരിക്കണം. ഇവിടെ രണ്ടുപേരും ഹിന്ദു അല്ല എന്ന് മാത്രമല്ല, ഈ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് നേരത്തെയും ഞങ്ങൾ ഇങ്ങനെ വിവാഹം നടത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ തീർച്ചയായും എന്തിനാണ് അങ്ങനെ നിയമപരമല്ലാത്തൊരു കാര്യം ഈ ക്ഷേത്രവും ക്ഷേത്ര ഭാരവാഹികളും ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പേര്, അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നുണ്ട്. അതേസമയം കേസിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ജില്ലാ ശിശുക്ഷേമ സമിതിയും തുടരുന്ന മൗനം ദുരൂഹമാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു. പോക്സോ കേസുകൾ ചുമത്തി ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചിട്ടും സംസ്ഥാനത്തെ വിവിധ കമ്മീഷനുകൾ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മറ്റു വിഷയങ്ങളിൽ സ്വമേധയാ കേസെടുക്കുന്ന കമ്മീഷനുകൾ പാർട്ടി സഖാക്കൾ ഉൾപ്പെട്ട വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, ഒരു ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കോടിയേരിയുടെ വീട്ടിലേക്ക് പോലീസ് വന്നപ്പോൾ ഒരു കാരണവും കൂടാതെ അവിടേക്ക് വന്ന കമ്മീഷനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സഖാക്കന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കമ്മീഷനുകൾ ഇടപെടുകയുള്ളൂ. സഖാക്കൾക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടില്ല. അനുപമയുടെ വിഷയത്തിൽ നമ്മൾ അത് കണ്ടതാണ്. അനുപമയുടെ കുട്ടിയെ
മാറ്റിയ വിഷയത്തിൽ ഇതും നമ്മൾ കണ്ടതാണ്. അതിലും ഇതേപോലെ തന്നെയുള്ള പലതരത്തിലുള്ള ദുരൂഹമായ നടപടികളും നടത്താൻ ശിശുക്ഷേമ സമിതി അടക്കം ശ്രമിച്ചിരുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കന്മാരെല്ലാം പ്രതിരോധത്തിന്റെ നിഴലിലാകുന്നുണ്ട്. ഉറപ്പായും ശിവൻകുട്ടിയും റഹീമും ഗോവിന്ദനും ജയിലിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിനെ മറികടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഏത് നിയമവ്യവസ്ഥയും അട്ടിമറിക്കാൻ CPM-കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥമായ കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സർക്കാരും പ്രതിരോധത്തിലാകുന്നു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്.